മാതാപിതാക്കൾ ഉറങ്ങണ സമയത്ത് അവരെ ശല്യപ്പെടുത്തരുത്, വിളിക്കരുത്. എത്ര ഇമാമിങ്ങളുടെ ചരിത്രമുണ്ട്. വെള്ളത്തിന്റെ പാത്രവുമായി ഉമ്മ ഉറക്കത്തുനിന്ന് ഉണരുന്നവരെ കാത്തിരുന്ന മഹാന്മാർ. എത്ര ഇമാമിങ്ങൾ. ഒരു മഹാന് ഉമ്മാക്കുള്ള വെള്ളം പിടിച്ചിട്ട് കാത്തിരുന്നിട്ട് കൈക്ക് തണുപ്പ് കയറിയിട്ട് ഈ കൈ കുറേ കാലം അസുഖം ഉള്ള കൈയായി മാറിയിട്ടുണ്ട്. എത്ര കാലം. ആ മഹാൻ വഫാത്തായപ്പോഴാ ഒരാൾ സ്വപ്നം കണ്ടിട്ട് സ്വർഗത്തിന്റെ ചിറകിൽ ഇങ്ങനെ പറക്കുന്നത്. എങ്ങനെയാ ഈ ചിറക് കിട്ടിയെന്ന് വെച്ചപ്പോ എന്റെ ഉമ്മാക്ക് വെള്ളത്തിന്റെ പാത്രമായിട്ട് കാത്തിരുന്ന പല്ല തന്ന സമ്മാനം. ഗുഹയിൽ കയറിയ 3 മനുഷ്യന്മാര് കയറിയ സമയത്ത് ഗുഹ അടഞ്ഞു പോയില്ലേ, വലിയ പാറക്കല്ല്. എന്ത് JCB കൈയോണ്ടെന്ന് അനക്കറിയില്ല, എവിടെ എന്ന് അനക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അതെങ്ങനെയാ അനക്കിയത്? എന്റെ ഉമ്മാക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ വെള്ളം എടുത്ത് പാലെടുത്തിട്ട് ഇങ്ങനെ പോയപ്പോ ഉമ്മ ഉറങ്ങിയപ്പോ ഉപ്പിയുമ്മ ഉറങ്ങിയപ്പോ അതിന് വെയിറ്റ് ചെയ്ത കാരണം കൊണ്ട് നീ എന്ന് പറയുമ്പോ പാറ ഒറ്റ പോക്കങ്ങ് പോയില്ലേ. അപ്പൊ ആ അമലെന്തായിരിക്കും? പാറന അവിടുന്ന് മാറ്റണമെങ്കിൽ ഈ അമലിന്റെ കടുപ്പ് എന്തായിരിക്കും? ഉപ്പിയമ്മ ഉറങ്ങുമ്പോൾ നമ്മൾ കോളിംഗ് ബെല്ലടിക്കരുത്. ഉമ്മ ഉറങ്ങുന്ന സമയത്ത് ഗൾഫിൽ നിന്നാണെങ്കിലും വിളിക്കരുത്. ജസ്റ്റ് ഉറങ്ങിയിട്ടേ ഉള്ളൂ എങ്കിലും ഒന്ന് വിളിക്കുമെന്ന്. അയ്യേ വിളിക്കരുത് വിളിക്കരുത്. ഉമ്മി ഇപ്പം ഉറങ്ങട്ടെ. നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഓനിങ്ങനെ സെൻട്രൽ ഹാളിൽ നിന്ന് ചെറിയ ബോൾ എടുത്ത് കളിക്കുമ്പോൾ മോനും അത് പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികൾ ബഹുമാനിക്കപ്പെടേണ്ടവരോടുള്ള ബഹുമാനമൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴേ കുട്ടികൾ സ്വാലിഹീങ്ങളാവുള്ളൂ എന്ന് ഗസാലി ഇമാം റഹിമഹുല്ലാഹി ഇഹ്യയിൽ എഴുതി വെച്ചത് നമ്മൾ മറക്കാൻ പാടില്ല. ഉറങ്ങുന്നത് ശല്യപ്പെടുത്തരുത്, മാതാപിതാക്കൾ ഉറങ്ങട്ടെ. ഇങ്ങനെയൊക്കെ ഒരു വീട് ആവുന്നതിൻ്റെ ഒരു മനോഹാരിത നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്ത് രസമുണ്ട് നമ്മുടെ വീട്, ഒച്ചപ്പാടില്ലാത്ത വീട്. ഇങ്ങനെ ഒരു ക്യാമ്പസ് ആവുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. 1000 കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസ്, ഒരു ശബ്ദമില്ലാത്ത ക്യാമ്പസ്. എന്ത് രസമുണ്ടാവും അല്ലേ?